ഓക്കെ, അപ്പൊ നമ്മളെന്താ നമുക്ക് അങ്ങനെ പേടി നമ്മുടെ മാറ്റണം. നമുക്ക് നമ്മുടെ പേടി ചിലപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഡാൻസ് കളിക്കാം. അയ്യോ എനിക്ക് പേടിയാന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ നമ്മുടെ പേടി മാറ്റണം. വി ഹാവ് ടു ട്രൈ ദിസ്. മിറ്റിക്ക് കുറ്റം നമ്മുടെ ചക്കരു അല്ലേ. വേണമെങ്കിൽ പോയി കൂടി, എന്റെ പൊന്നേ, വേണമെങ്കിൽ ഒന്ന് പോയി കുടിക്കേ, ഇവിടെ ശല്യം ഉണ്ടാക്കലേന്ന് പറയുന്ന സ്ത്രീയെ. കാലിത്തൊട്ട് നമസ്കരിച്ചേക്കാം മണിക്കുട്ടി. സോറികളൊന്നും പറയണ്ട, അമ്മമാര് കുട്ടികളോട് സോറി പറയണ്ട. പിന്നെ കുഞ്ഞുങ്ങളാണ് അമ്മമാരോടും പപ്പമാരോടും സോറി പറയണ്ടേ. ഇത് കാര്യം പഞ്ഞി തന്നത് ഞാൻ തന്നെ പയ്യനതാണോ? ഇത് വലിയ ചേച്ചിമാരെ എങ്ങനെയൊക്കെ പറയുന്നേ? ഇത് വലിയ ചേച്ചിയാ? വെൽക്കം ടു മുത്ത കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ എന്തൊക്കെയാ പറയുക? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ഡാൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഡാൻസ് കോമ്പറ്റീഷൻ ആണോ? കോമ്പറ്റീഷൻ ആണ്. പക്ഷെ എനിക്ക് പേടി. റൈസിംഗ് സ്റ്റാർ കോമ്പറ്റീഷൻ ആയിട്ട് കൂട്ടാൻ പറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് പേടിയാണ്. പക്ഷെ അമ്മയും പിന്നെ എൻ്റെ സാറും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ പേടി എന്തിനൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേ. ഒരെണ്ണം ഡാൻസ്. എന്ത് ഡാൻസ്? ഇപ്പൊ കളിക്കുന്ന ഡാൻസ്. അതിനെന്താ പറയണേ? റൈസിംഗ് സ്റ്റാർ. അത് കോമ്പറ്റീഷൻ്റെ ആ ഒരു അവരിട്ടിരിക്കുന്ന പേരാണ്. ഫോക്ക് ഡാൻസ്. നാടോടി പറഞ്ഞു. നാടോടി നൃത്തം. നാടോടി നൃത്തം. അത് കഴിഞ്ഞിട്ട് റെസിറ്റേഷൻ, സിംഗ്, പിന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ എനിക്കൊരു സ്പീച്ച് ഉണ്ട്. സ്പീച്ച് എന്തിൻ്റെയാ? അത് ഇപ്പോഴല്ല, അത് വേറെ. ഓ, കമ്മ്യൂണിക്കുട്ടി വേറെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അത് വേറെ ഡാൻസും കൂടെ ഉണ്ട്. അത് മറ്റേ പിന്നെ അവര് സെലക്ട് ചെയ്യുന്ന അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളെന്താ നമുക്ക് അങ്ങനെ പേടി നമ്മുടെ മാറ്റണം. നമ്മുടെ പേടി ചിലപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഡാൻസ് കളിക്കാം. അയ്യോ എനിക്ക് പേടിയാന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ നമ്മുടെ പേടി മാറ്റണം. വി ഹാവ് ടു ട്രൈ ദിസ്. മിറ്റിക്ക് കുറ്റം നമ്മുടെ ചക്കരു അല്ലേ. നമുക്ക് ഇത് കോമ്പറ്റീഷനായിട്ടൊന്നും കമ്പനി കൂട്ടണ്ട കേട്ടോ. അമ്മ ഹെൽപ്പ് ചെയ്യാം. കമ്പനീനെ പഠിപ്പിക്കുന്ന സാറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. നമുക്ക് പറ്റുമോ? പറ്റിയില്ലെങ്കിൽ വേണ്ട, നെക്സ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് ട്രോഫി ഒന്നും വേണ്ട. ട്രോഫി വേണ്ടേ? ട്രോഫി ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ നമുക്ക് തോറ്റാലും കുഴപ്പമില്ല അല്ലേ. ട്രൈ ചെയ്യണം. പക്ഷെ എനിക്ക് കുറേ ഉണ്ട്. ഇഷ്ടം പോലെ സമയം കിടക്കുകയല്ലേ നമുക്ക് അല്ലേ. അപ്പൊ അതാണ് നമുക്ക് പിന്നെയും ട്രൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നതും കമ്മ്യൂണിറ്റി ഡാൻസ് കളിക്കാൻ പോണ ദിവസം അമ്മ എന്നെ മേക്കപ്പ് ഇട്ട് തരട്ടെ. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ചുമ്മാ ഇതൊരു റൈസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കുട്ടിയുടെ സ്കൂളിലൊരു കോമ്പറ്റീഷൻ അല്ല, അവരുടെ ക്ലാസ്സിൽ. കാരണം ഈ കോവിഡൊക്കെ ആയിരുന്നുകൊണ്ട് പിള്ളേർ ഇപ്പോഴല്ലേ ഈ വർഷമല്ലേ ക്ലാസ്സിൽ പോയി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് അവരുടെ ആ പേടിയൊക്കെ ഒന്ന് മാറാനും, ചില പിള്ളേർ ഇച്ചിരി ഒരു ഷൈയൊക്കെ ആയിരിക്കും, അതൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ ആയിട്ട് അവർ ചുമ്മാ എല്ലാ കുട്ടികളെ കൊണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്തിനെങ്കിലുമൊക്കെ. ഇപ്പോൾ കോമ്പറ്റീഷൻസ്, എന്താ പറയുക, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നാടോടി നൃത്തം. കാരണം എനിക്ക് നാടോടി നൃത്തം ഭയങ്കര ഇഷ്ടമാണ്. കമ്മ്യൂണിക്കുട്ടി അങ്ങനെ പ്രോപ്പറായിട്ടൊന്ന് ഡാൻസ് പഠിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ക്ലാസ്സിൽ ഇതുവരെ വിട്ടിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ക്ലാസ്സിലേക്ക് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് സ്കൂൾ ബസ്സിൽ. അത് ആ ക്ലാസ്സിൻ്റെ കാര്യമല്ല, ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല. അടവക്ക, തെയ്യ, താഹ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറേ പോരായ്മകളുണ്ട്. ആദ്യമായിട്ട് പെട്ടെന്ന് നാടോടി നൃത്തം ചെയ്യുമ്പോൾ അത് കുറച്ച് ബേസിക് സംഭവങ്ങളൊന്നും പഠിക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാരമില്ല, പക്ഷെ നമ്മളൊന്ന് പങ്കെടുക്കുക എന്നുള്ളതാണ് അല്ലേ കമ്മു? അതെ, പങ്കെടുക്കുക. സമ്മാനം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ പിന്നെ
അല്ലേ? നമ്മളുടെ ആ കമ്മണിക്കുട്ടിയുടെ ഉള്ളിൽ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് മാറണം അല്ലേ? കുട്ടികളുടെ മുമ്പിൽ കളിക്കുമ്പോൾ അയ്യോ എനിക്ക് പറ്റുമോ, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കമ്മണിക്ക്. അപ്പൊ അതൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം. സാറ് വരുമ്പോൾ പഠിപ്പിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചെയ്യുന്നുണ്ടോ? പിന്നെ ആലോചിക്കരുത് 3 4 ആലോചിക്കരുത് 1 2 3 4 3 4 3 4 കറങ്ങിക്കോ. ബലത്ത് പിടിച്ച് പൊക്കി പിടിച്ച്. ഒരു കറക്കം മതി, ഒന്നിനൊന്നും ഫ്രീ വേണ്ട. ഒന്നുകൂടെ കുപ്പിക്കൈയിലെ കോപ്പ കണ്ണിപ്പിക്കാം പ്ലാസ്റ്റിക് മാത്രം. 1 2 3 4 1 2 പാട്ടെടുത്തേ കുപ്പിക്കൈയിലെ കോപ്പ കണ്ണിപ്പിക്കാം പ്ലാസ്റ്റിക് മാത്രം. 1 2 കറക്റ്റ് ആയിട്ട് 1 2 3 4 കൈ താത്താൻ പാടില്ല. 1 2 3 1 2 3 4 ഇങ്ങനെ ഫുള്ള് ചാടരുത്. നമുക്ക് ബ്രെയിൻ വരെ വേദന എടുക്കുമ്പോൾ ഇങ്ങനെ ചാടാൻ പാടില്ല. അപ്പൊ നോക്കാം 1 2 ആദ്യത്തോടും തല കോപ്പ കണ്ണിപ്പിക്കാം പ്ലാസ്റ്റിക് മാത്രം. 6 ഒത്തുകൂടി കണ്ണന ചേലക്കാരി കണ്ണന. രാത്രി ആട്ടമില്ല. തൂത്തുകൂടി ചേലക്കാരിക്ക് മാത്രം കുടിക്കാൻ മതി. കുഴപ്പമില്ല കുട്ടി. തൂത്തുകൂടി ആദ്യം നമ്മൾ കുടുംബക്കാരി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓടിവത് തൂത്തുകൂടി തങ്ക ഞാൻ ഓടിവ. എലി കുടുങ്ങിക്കോ. ചേലക്കാരി തങ്ക ഞാൻ കുടുങ്ങരുത് കേട്ടോ. ഒന്നുകൂടെ ഓടിവ. തൂത്തുകൂടി തങ്ക ഞാൻ 1 2 3 4. ചെറിയ ക്ലാസ്സാണെങ്കിൽ ധാരാളം പഠിക്കാനൊക്കെ ഉണ്ടാവും അല്ലേ? ഉച്ച വരെ പഠിത്തമായിരുന്നു. നിനക്ക് പോസം വീട്ടിൽ നോക്ക്, ദൂരെ നോക്ക്. വീട് നമ്മൾ ആ ദൂരെയുള്ള ആ ഫ്ലാറ്റ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കില്ലേ, നമ്മുടെ ബോഡി ഇങ്ങനെ പൊക്കിട്ട്, അതായത് നമുക്കത് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് ചോദിക്കില്ലേ, ഇത് എങ്ങനെ ചോദിക്കേ, വാതിലും ജനൽ പുറകോട്ടിട്ട് ഭദ്രമായി അടച്ചൊരു വീട്. ഓടിപ്പോ. കൂകി വിളിച്ചിട്ടും പുറകോട്ട് ആരും വന്നതില്ല. കച്ചവടമൊന്നും നടന്നിട്ടില്ല. ഇതെന്താ? നമ്മൾ ആ പ്രോപ്പർട്ടി കൊണ്ട് വെച്ചില്ലേ, അതിനെയാണ് കാണിക്കുന്നത്. കച്ചതേ കുർബാനയല്ല, ഒരു മുഴുവൻ 4 2 3 4 1 2 3 1 2 3 1 2 3 1 2 3. കിട്ടിയോ? ചോദ്യചിഹ്നം പോലൊരു എങ്ങനെയാ? ചോദ്യചിഹ്നം പോലൊരു സ്ത്രീ വന്നു. 1 2 3 4 അടി. അത് കിട്ടും. ആരാ പഠിക്കുന്നേ? കൺമണിയല്ലേ പഠിക്കുന്നേ? കൺമണിക്ക് കിട്ടില്ല, പിന്നെ ആർക്കാ കിട്ടുക? 3 4 കയ്യിൽ ഇട്ട് വെറുതെ തടിയെ. അപ്പൊ ഇങ്ങനെ കുലിക്കുക. ഇങ്ങനെ കുലിക്കാനല്ല, ഇവിടെ മാത്രം ഈ എൽബോർഡാണ്. അവത്തിൽ എന്തിനു നീ ഇവിടെ കാറിടുന്നു? ഇറങ്ങിപ്പോടി. ഇവിടെ പാത്രം. അയ്യോ, കാക്കേനെ വിളിക്കണോ? എന്തുവാ കമ്മോ ഇങ്ങനെ വിളിച്ച് വന്നേന്നൊക്കെ പറ നാട്ടുകാരോട്. നോക്കൂ ചെറിയൊരു, അയ്യോ അങ്ങനെയല്ല കമ്മു, നോക്കൂ ചെറിയൊരു വീട്, അങ്ങനെ ചെയ്യണം. നോക്കൂ ചെറിയൊരു വീട്, വാതിലും ജനലും എല്ലാം ഭദ്രം. അതായിരുന്നു നോക്കൂ ചെറിയൊരു വീട്. കാല് പുറകിൽ വെച്ചിട്ട് എന്നെ ഇത് മേടിക്കും കേട്ടോ. ഇനി കുറേ പ്രാവശ്യമായി ഞാൻ പറഞ്ഞു. ബാ 3 2 1 ഗോ. നോക്കൂ, ദൂരത്ത് കാണിച്ചേ.
നോക്കൂ ചെറിയൊരു വീട്, നോക്കൂ ചെറിയൊരു വീട്. വാതിലും ജനലുമെല്ലാം ഭദ്രമായി അടച്ചൊരു വീട്. കൂകി വിളിച്ചിട്ടും അയ്യോ കൈക്ക് ഒട്ടും ബലമില്ലല്ലേ. ബലത്തിക്കോട്ടെ. 3, 2, 1 ഗോ. കാല് പുറകിലേക്ക്. കൂകി വിളിച്ചിട്ടും നേരെയല്ല നമ്മൾ കാണിക്കുന്നത്, സൈഡിലാണ് കൊട്ടുന്നത് വാതില്. കൂകി വിളിച്ചിട്ടും ആരും തുറന്നില്ല, കച്ചവടമൊന്നും നടന്നിട്ടില്ല, ഇന്നെൻ്റെ പൊന്നുമോൾക്ക് വിശന്ന് കാണും. അപ്പൊ ചിരിക്കണം കാമു. അപ്പോഴേക്കും കഴിഞ്ഞു. 3, 2, 1 ഗോ. ഒരു വേള പാതിൽ എന്താ ചിരിക്കാത്ത? 3, 2, 1 ഗോ. ഒരു വേള വാതിൽ പാതി തുറന്നു, ചോദ്യചിഹ്നം പോലൊരു സ്ത്രീ വന്നു. പേടിച്ചു പോയി കേട്ടോ, പത്രക്കാരി പേടിച്ചു, ദേഷ്യപ്പെട്ട്. ചോദ്യചിഹ്നം എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കണം. ചോദ്യചിഹ്നം പോലൊരു സ്ത്രീ വന്നു. ോടെല്ലാം വെറുപ്പെന്ന ഭാവത്തിൽ എന്തിനു നീ ഇവിടെ? കാലുമിട്ട് അടി തിരിഞ്ഞ്. എങ്ങനെ കാല് വെക്കാൻ പറഞ്ഞേക്കണം? നിക്ക്, പുറകെ നിക്ക്. ബാ, കാല് എപ്പോഴും ഇങ്ങനെ നമ്മൾ നിക്കില്ല കേട്ടോ, എപ്പോഴും പുറകിൽ വെക്കണം കാല്. ഓക്കെ, നിക്ക്. എന്തിനു നീ ഇവിടെ കാറിയിടുന്നു? എന്തിനാ ഇവിടെ ഒച്ച ഉണ്ടാക്കണേ ചോദിക്കേ. ഇവിടെ കാറിയിടുന്നു. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിക്കൂടി. ഇവിടെ പാത്രമൊന്നും വേണ്ട. ഈ വയറ് എരിഞ്ഞു കാണിയിടുന്നു, കൊഞ്ചം കഞ്ഞി വെള്ളം തേനിടുന്നു, വെള്ളം ധാരാളം കിണറ്റിലുണ്ട്, വേണമെങ്കിൽ പോയി കൂടി. എൻ്റെ പൊന്നേ, വേണമെങ്കിൽ ഒന്ന് പോയി കുടിക്കേ, ഇവിടെ ശല്യം ഉണ്ടാക്കല്ലേ എന്ന് പറയുന്ന സ്ത്രീ. വേണമെങ്കിൽ അടി വീണ്ടും കാല് നോക്കാം. വേണമെങ്കിൽ പോയി കുടിക്ക് പെണ്ണെ. സന്തോഷായി. ഹായ്, കുടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, ബാ. കിണറ്റിൻ കരയിലൂടെ ദൂരെ കണ്ടു അരുമയും കുഞ്ഞ് കരഞ്ഞിടുന്നു. വിഷമായിട്ടാ. കൈകാലുകൾ ബന്ധിച്ചിട്ടുണ്ട്, ദേഹമാസകലം പൊള്ളിച്ച മുറിപ്പാടുകൾ. ആ കാഴ്ച കണ്ട് എന്നിലെ അമ്മ കലി പൂണ്ടോ. ആ സ്ത്രീയോട് ഇങ്ങനെ ചിരിച്ചോണ്ടാണോ ചോദ്യം ചെയ്ത് വഴക്കായത്? ചിരിച്ചോണ്ട് വഴക്കിടുവോ? ദേഷ്യം. ചോദ്യമായി. കൈ ബലത്തിൽ പിടിക്ക. അപ്പം എന്ത് പറഞ്ഞു? അട്ടി കാല് പുറകിൽ വെക്കും. ദണ്ണമുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെയാണോ മുടി ചെയ്യുന്നത്? നമ്മൾ മോളിൽ നിന്ന് മുടി ചെയ്യണം. ഇത്രയ്ക്ക് ദണ്ണമുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കടി. ഇത്രയും ഭംഗിയായിട്ട് ചെയ്യോ സാറ് വരും? നിങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ? പിഞ്ചിലമ്മേ അവിടെ നല്ല പ്രാക്ടീസ് നടക്കുക. കാരണം ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കാരണം സ്കൂള് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. അപ്പം അലൗഡ് അല്ല. നമ്മൾ ഇതൊന്നും ഇങ്ങനെ ക്യാമറ കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊന്നും അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് അത് കവർ ചെയ്യൽ നമുക്ക് നടക്കില്ല. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളൊരു പ്രാക്ടീസ് സെഷനൊക്കെ ഒന്ന് കാണിക്കാം, ഒരുക്കുന്നതൊക്കെ ഒന്ന് എടുക്കാം, ആദ്യമായിട്ട് ഡാൻസിന് മേക്കപ്പ് ചെയ്യിക്കാം. അപ്പം അതുവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പം അവിടെ തകർത്ത് പ്രാക്ടീസ് നടക്കുകയാണ്. എന്താവോ എന്തോ. പാലാരിവട്ടത്തിൽ ഇച്ചിരി എനിക്ക് കിട്ടിയ കുറച്ച് ട്രോഫീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ ആൾക്ക് ഇച്ചിരി ട്രോഫി ഒക്കെ കിട്ടാൻ ഇഷ്ടം. പിന്നെ പറയും, അമ്മ ട്രോഫി കിട്ടിയില്ലെങ്കിലും സാരമില്ല അല്ലേ അമ്മ എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ 2-3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തു ഒരു ഫോക്ക് ഡാൻസ്. നമ്മൾ അടവ് പോലും പഠിച്ചിട്ടില്ല. കൺമണി പ്രോപ്പറായിട്ട് അടവ് പോലും ഒരു ക്ലാസ്സിലും ഞങ്ങൾ ചേർത്തിട്ടില്ല ഇതുവരെ. സാറാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് കേട്ടാ. അപ്പൊ എപ്പോഴും നന്ദി ഉണ്ടാവണം സാറിനോട്. എപ്പോഴും ഡാൻസ് സ്റ്റേജിൽ കേറുമ്പോ എവിടെയെങ്കിലും ഡാൻസ് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സാറിനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് കളിക്കണം.
ഇഷ്ടപ്പെട്ടോ സാറ് പഠിപ്പിച്ചത്? അതുപോലെ നല്ല ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്. 2 ദിവസം 3 ദിവസം കൊണ്ട് ഒരു ഫോക്ക് ഡാൻസ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. താങ്ക് യു, കോംപ്ലിമെന്റ് ആണ്. നല്ല എന്താ പറയാ, അമ്മയുടെ എല്ലാവരുടെയും കഴിവ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബ്ലഡില് കലയുള്ള കുട്ടിയാണ്. എന്തായാലും ദൈവങ്ങൾ ഉയർച്ചയിൽ എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നാളെ കാണാം എന്താവുമോ എന്തോ അല്ലേ. കമണിക്ക് ഒരു ടെൻഷനില്ല, എല്ലാം മജ്ജ അല്ലേ. നമ്മൾ നാളെ തെറ്റിയാലും കുഴപ്പമില്ലല്ലേ സാർ? തെറ്റിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ എന്താ അഞ്ജു മാം പറയാറ്, മിസ്റ്റേക്സ് ചെയ്താണ് നമ്മള് നന്നാവുക. ആരും പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കൺമണി കേട്ടാ. നമ്മൾ തെറ്റിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യും അല്ലേ. കമണി ഇപ്പം അടിപൊളിയായിട്ട് ഒന്നുകൂടെ കളിക്കുമ്പോൾ അപ്പൊ തെറ്റിച്ചാലും പ്രശ്നമില്ല, നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് സർ കേട്ടോ. സാർ കാരണം ഒരുപാട് അമ്മമാർക്കൊക്കെ കുറെ ചിലപ്പം ഡാൻസുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് അമ്മമാരുണ്ടാവും സാർ ചിലപ്പം. അപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ കുറെ അമ്മമാർ ചോദിക്കാറുണ്ട് ആരാ മുക്ത നല്ല മാസ്റ്റർ ആരാന്നൊക്കെ. പക്ഷെ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. വളരെ എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പിള്ളേർക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് പഠിപ്പിക്കുന്ന ഒരു മാഷാണ്. അത് കൂടാതെ വേറെയും കുറേ ടാലന്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു മാഷ് കൂടിയാണ്. അത് ഞാൻ വരുന്ന എപ്പിസോഡ്സിൽ നിങ്ങളെ കാണിച്ചു തരാം. ആളൊരു സകലകലാ വല്ലഭരാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ വിളിച്ചപ്പോഴേക്കും വേഗം വന്ന് പഠിപ്പിച്ചു. താങ്ക് യു അല്ലേ. താങ്ക് യു. ദൈവമേ വന്നിട്ട് കളിപ്പിക്കണേ, തെറ്റിക്കല്ലേ. വിഷു എല്ലാവർക്കും ഇഷ്ടമാവണേ, പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെടണേ, സ്മാർട്ടായിട്ട് കളിക്കാൻ പറ്റണേ കേട്ടോ. ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടമാവണേ. താങ്ക് യു സോ മച്ച്. കാലിക്കട്ട് നമസ്കരിച്ചിട്ട് മുൻകൂട്ടി മുട്ടുകുത്തി നിൽക്കും, കണ്ണിൽ വയ്ക്കുക, പ്രാർത്ഥിച്ചിട്ട് കണ്ണിൽ വയ്ക്കുക കേട്ടോ. ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കൊച്ചിന് വാവും വന്നിട്ട് വാവും വെച്ചോണ്ട് എന്റെ പൊന്നു കളിക്കുന്ന. പക്ഷെ എനിക്ക് ഞാൻ നമ്മുടെ ഫസ്റ്റ് ടൈം വി ഹാവ് ടു ബി സ്ട്രോങ്. പക്ഷെ എന്റെ കമ്പനി സ്ട്രോങ് അല്ലല്ലോ ഇപ്പൊ വാവു വന്നു പോയില്ലേ. പക്ഷെ ഞാൻ നന്നായിട്ട് കളിക്കും. സാർ എന്നെ പറഞ്ഞു കമ്പനി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ടു ബി കൂൾ. അങ്ങനെയാണ്. ശാരല്ല, നമുക്ക് ടെൻഷനൊന്നും വേണ്ട. ടെൻഷനോടൊക്കെ പൊക്കോളാൻ പറ. കമ്മണിക്കുട്ടിക്ക് ഇപ്പോൾ ആവുകയാണ്. ഇത് എന്താ അറിയോ, ഇത് എൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. എൻ്റെ ചക്കരക്കുട്ടി ചോരി. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ 26 എന്നല്ലേ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. 26 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് തന്നിരുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഇത് ഇടയ്ക്കൊരു മെസ്സേജ് വന്നു 1-ാം തീയതിയിലേക്ക്, എന്നുവെച്ചാൽ ഓഗസ്റ്റ് 1-ാം തീയതിയിലേക്ക് അത് പോസ്റ്റ്പോണ്ട് ചെയ്തു. ഈ പ്രോഗ്രാം ഓഗസ്റ്റ് 1-ാം തീയതിയിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അപ്പം അമ്മ എന്താ ഓർത്തു, ഓക്കെ സമയം ഉണ്ടല്ലോ, 26-നല്ലല്ലോ, അപ്പം പതുക്കെ പഠിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിങ്ങാന്നൊരു മെസ്സേജ് വന്നു വീണ്ടും 28-ാം തീയതി ഒരു റെസിറ്റേഷൻ, അങ്ങനെ സിംഗിങ് കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം അതാണ് 1-ാം തീയതിയിലത്തെ ഡേറ്റിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴല്ലേ പണി മനസ്സിലായത് ഇത് അമ്മയുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഇച്ചിരി പഠിച്ചു പോയില്ലായിരുന്നോ. പറയണമേ, സോറികളൊന്നും പറയണ്ട. അമ്മമാര് കുട്ടികളോട് സോറി പറയണ്ട. കുഞ്ഞുങ്ങളാണ് അമ്മമാരോടും പപ്പമാരോടും സോറി പറയണ്ടേ. ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പയ്യനുണ്ടാണോ. ഇത് വലിയ ചേച്ചിമാരെ എങ്ങനെയൊക്കെ പറയുന്നേ. ഇത് വലിയ ചേച്ചിയാ, വലിയ ചേച്ചിയാണോ ഇത്? കുട്ടിയാണ് കേട്ടോ. സാരമില്ല കേട്ടോ, അമ്മ ഒത്തിരി സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഐ ആം സോ സോറി. You did well. No. കമ്പനിക്കുട്ടി നന്നായിട്ട് കളിച്ചു. മോന് വയ്യാണ്ടിരുന്നിട്ട് അമ്മയുടെ പൊന്നു ഇത്രയൊക്കെ ചെയ്യണില്ലിട്ട് വണ്ടി. ഞാൻ ഷാറില്ല, അമ്മ ഇത്രയും പഠിച്ചതാണല്ലോ, കമ്പനിക്കുട്ടി പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് കളിപ്പിക്കുന്ന വയ്യാണ്ടിരുന്നിട്ടും കേട്ടോ. അമ്മ സോറി കേട്ടോ. നമുക്ക് പറ്റണ പോലെ നാളെ കളിച്ചാൽ മതി കേട്ടോ. ഇത് ജസ്റ്റ് കമ്പനിയുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഒന്ന് കളിക്കുന്നല്ലേ.
മേക്കപ്പ് അമ്മയാണ് എന്നെ മേക്കപ്പ് ചെയ്യിച്ചത്. എന്താവോ എന്താ ഇഷ്ടപ്പെട്ടോ അമ്മ മേക്കപ്പ് ചെയ്തത്? നല്ലതായിരുന്നാ? ഇതാരെ കമ്പനിനെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത്? അമ്മ നന്നായി കളിക്കണം കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ആക്കി തന്നത് എന്തിനാ? കളിക്കാൻ പറ്റണ പോലെ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ, തെറ്റിക്കാണ്ട് നിർത്താണ്ട് അല്ലേ? അല്ല പപ്പ അല്ല ഞങ്ങളൊക്കെ വരുന്നുണ്ട് എന്നെ കാണാന്, ചുണ്ടിരിപ്പിന് കളിക്കുന്ന കാണാൻ വേണം അല്ലേ? ഇഷ്ടമായി അമ്മ മേക്കപ്പ് ചെയ്ത്? ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാം, നന്നായിട്ടുണ്ടല്ലോ ഷേക്ക് ചെയ്യുമ്പോ. ആണോ? എന്റെ ഉള്ള പഴയ ഓർണമെന്റ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തൊന്നുമില്ല. എന്താ കുപ്പിക്കൈയിലെ കോപ്പ കഞ്ഞിപ്പിന്നാരം പ്ലാസ്റ്റിക് മാത്രം ബലത്തില് ഒത്തുകൂടി തങ്കഞ്ഞ ചേലക്കാരി തങ്കഞ്ഞ ഞായവില പാത്രമിലും തൂത്തുകാരി തങ്കഞ്ഞ ഒരു വന്ന തൂത്തുകൂടി വീടിന്റെ അന്തിക്കോട് കളവൻകാരി ചെറിയൊരു വീട് വാലിലും ജനലുമെല്ലാം ഭദ്രമായ അടച്ചൊരു വീട് കൂടി വിളിച്ചിട്ടും ആളുകളൊന്നതില്ല കച്ചവടമൊന്നും നടന്നിട്ടില്ല MVP കൊണ്ടുപോട്ട് വിശന്നു കാണും ഒരു വേള വാങ്ങി പാതി തുറന്ന് ചോദിച്ചിട്ട് പോലും സ്ത്രീ വന്നു ലോകത്തോടെല്ലാം വെറുപ്പാണ് ആവത്തി എന്തിനു നീരെ ആയിരുന്നു ഇറങ്ങി പോടി ഇവിടെ പാത്രമൊന്നും വേണ്ട എൻ വയറുയരിഞ്ഞു കാണിയിരുന്നു കൊഞ്ചം കണ്ണികൾ കൊണ്ടിരിക്കുന്നു വെള്ളം ധാരാളം കിണറ്റിലുണ്ട് വിളക്കി കോരി കുടിക്കുന്നുണ്ട് ക്യാമറയൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കും, ഞാൻ കൂളായിട്ട് കളിക്കും. എൻ്റെ മൊത്തം ആൻഡ് കൺമണി ഒഫീഷ്യൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ